ക്യാൻസർ രോഗം വന്ന് മരണമടഞ്ഞ കരുണാകരൻ്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് മണപ്പുറം ബാങ്കിൻ്റെ ഭീഷണി. ആയാങ്കുടി കപ്പോളയ്ക്ക് സമീപം താമസിക്കുന്ന തുരുത്തേൽ ഓമന കരുണാകരനെയാണ് ഇന്ന് രാവിലെ 10:30 മണിക്ക് 4 സെന്റ് സ്ഥലവും ചെറിയ വീടും ജപ്തി ചെയ്യുമെന്ന് കോട്ടയം മണപ്പുറം ബാങ്ക് ഭീഷണിപ്പെടുത്തിയത്. ഓമനയുടെ ഭർത്താവ് കരുണാകരനെടുത്ത 3.5 ലക്ഷം രൂപ 1.5 വർഷത്തോളം മുടക്കം കൂടാതെ ബാങ്കിൻ്റെ ഏജന്റ് മുഖേന കൃത്യമായി നൽകിയിരുന്നു. അതിനിടയിൽ ക്യാൻസർ രോഗം വന്ന് കരുണാകരൻ മരണപ്പെട്ടു. അടച്ച തുകയ്ക്ക് യാതൊരു റെസിപ്റ്റും നൽകിയിരുന്നില്ല. കരുണാകരൻ്റെ മരണത്തെ തുടർന്ന് അടവ് മുടങ്ങി. വീടിൻ്റെ മുകളിൽ പണിയാനായിട്ടാണ് ലോൺ എടുത്തത്. എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് ക്യാൻസറായിട്ട് പിന്നെ തിരുവനന്തപുരത്തൊക്കെ കൊണ്ടു നടന്നു. 2.5 വർഷം പൈസ അടച്ച് കഴിഞ്ഞ് പിന്നെ അസുഖം കൂടി. പിന്നെ തിരുവനന്തപുരത്തിനൊക്കെ പോയത് കൊണ്ട് എനിക്ക് പൈസ അടയ്ക്കാൻ പറ്റിയില്ല. ഞാൻ ബാങ്കിൽ ചെന്ന് ഈ ജപ്തിയാന്ന് പറഞ്ഞപ്പം ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ അടച്ച പൈസയുടെ കണക്ക് പറയണില്ല. 2.5 വർഷം ഞാൻ പൈസ അടച്ച്. അവർ ജപ്തി ചെയ്യുമെന്നാണ് പറയുന്നത്. അവർ ജപ്തി ചെയ്യുമെന്ന്. ഇപ്പോൾ ഞാൻ ഈ കൊച്ചിനെ വിളിച്ച് അവൻ അങ്ങ് പോയേക്കുമായിരുന്നു കോട്ടയത്തിന്. ആ കൊച്ചിനെ വിളിച്ചപ്പോൾ അവർ 2 മണിയാകുമ്പം വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 മണിയാകുമ്പോൾ ജപ്തി ചെയ്യാൻ വരുമെന്ന്. ഇപ്പോൾ മുതലും പലിശയും അടക്കം 5 ലക്ഷം രൂപയോളം അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബാങ്ക് ജപ്തി ഭീഷണി മുഴക്കിയത്. ഈ വാർത്തയറിഞ്ഞ് എത്തിയ നിർഭയ വെൽഫെയർ അസോസിയേഷൻ ബാങ്കുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥർ അത് കേൾക്കാൻ തയ്യാറായില്ല എന്ന് നിർഭയ ഭാരവാഹികൾ പറഞ്ഞു. ഈ വീട്ടുകാർ നൽകാനുള്ള തുക നിർഭയ ഭാരവാഹികൾ 6 മാസത്തിനകം നൽകാമെന്ന് പറഞ്ഞെങ്കിലും വീടിന്ന് ലോക്ക് ചെയ്യുമെന്ന ബാങ്കിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ബാങ്കിൻ്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക, ബാങ്ക് ജപ്തി നടപടിയിൽ നിർത്തിവെക്കുക എന്ന ആവശ്യവുമായി രാവിലെ 11 മണിയോടുകൂടി നിർഭയ ഭാരവാഹികൾ പ്രകടനമായി വന്ന് ഓമന കരുണാകരൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായി വീടിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം ഡോക്ടർ അശ്വതി ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, കേരള സർക്കാർ നിയമസഭ ജപ്തി പാടില്ലെന്നുള്ളൊരു കാര്യം പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഈ ബാങ്കൊന്നും കണ്ടിട്ടില്ലെന്നാ തോന്നുന്നത്. ഒരു കാര്യം കൂടി പറയുകയാണ്, പ്രത്യേകിച്ച് പട്ടികജാതിക്കാർക്കെതിരെയുള്ള ഇത്തരം ജപ്തികൾ ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾ ഇതിന്റെ മൂർച്ചകൾ കൂടും, പ്രകടനത്തിന്റെ മൂർച്ച കൂടും. എങ്ങനെ പരിഹരിക്കാൻ അറിയാം എന്ന് ഞങ്ങൾക്കറിയാം. സമയം തന്നാൽ നിർഭയ പൈസ അടയ്ക്കും എന്നാ ബാങ്കിനോട് പറഞ്ഞതാ. പക്ഷെ അത് കേൾക്കാത്ത വിധത്തിൽ ഒരു സാഹചര്യം അവർ ഉണ്ടാക്കിയാൽ എന്തിനും ഞങ്ങൾ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇതൊന്നുമല്ല ആള്. ഒരുപക്ഷെ ഇവിടുത്തെ പോലീസിന് പോലും തടയാൻ പറ്റാത്ത വിധത്തിൽ ഇവിടെ കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകും. സുധീഷ് സുഗുണൻ സംസാരിച്ചു. നമ്മുടെ നിയമപാലകർ കൂടെ നമ്മളോട് ചേർന്ന് ഈ സമരത്തിന് പിന്തുണ നൽകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വീട് സംരക്ഷിക്കുവാൻ ബാങ്കിൽ നിന്ന് ഏത് ഉദ്യോഗസ്ഥരാണോ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ടൊരു ചർച്ച നടത്തി ഈ വീടിന് വേണ്ട എന്തോ ആണോ നമ്മൾ അടച്ച് അവരെ ഈ ജപ്തി നടപടിയിൽ നിന്ന് നീർപാധികൾ വിട്ടയക്കാനും അതിനുള്ള സഹകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിർഭയ ഭാരവാഹികളുടെയും പോലീസിന്റെയും ഇടപെടൽ മൂലം ബാങ്ക് ഇന്ന് ജപ്തി ചെയ്യില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് സമരം 1 മണിയോടുകൂടി അവസാനിപ്പിച്ചു. വിഷൻ ന്യൂസ്, വൈക്കം.